മാലിന്യക്കുഴിയിൽ വീണ കാട്ടാന ചരിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ, സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ 6 മണിക്കൂറായത് അങ്ങനെ തുടരുകയായിരുന്നു. ഇപ്പോൾ അനക്കമില്ല എന്ന് അശ്വിൻ ബാലാഴി അല്പം മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ ആന ചരിഞ്ഞു എന്ന സങ്കടകരമായ വാർത്ത വരുന്നു. അശ്വിൻ, എന്തായാലും ഈ കഴിഞ്ഞ 6 മണിക്കൂർ നടത്തിയ ശ്രമങ്ങൾ വിഫലമാവുകയാണല്ലേ? തന്നെ പറയേണ്ടി വരും ഹാഷ്മി. കാരണം അത് വലിയ തോതിൽ അത് മുന്നോട്ട് വരാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് നമ്മൾ ഈ വാർത്ത നമ്മളാണ് പുറത്തേക്ക് വിടുന്നത് രാവിലെ 8 മണിയോടുകൂടി. ആ ദൃശ്യങ്ങളിൽ 8 മണിക്കുണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ പോലും ആന ഇത് പുറത്തേക്ക് വരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് വ്യക്തമായിരുന്നു. പക്ഷെ അപ്പോൾ അത് അവിടെ നിന്ന് ആ ഒരു ചെറിയ കുഴിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷെ അത് പിന്നീട് അത് രാവിലെ 7-7:30 കൂടിയുള്ള ശ്രമമാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട അതേ ശ്രമം തന്നെ ആന നടത്തുകയും ആരോഗ്യാവസ്ഥയിൽ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് JCB ഒക്കെ എത്തി ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതിനിടെ ആനയെ രക്ഷിക്കാൻ, ആനയ്ക്ക് കുറച്ച് ആരോഗ്യം പകരാനായി ദേഹത്തേക്ക് ഒഴിച്ച വെള്ളം അതവിടെ ഒരു ചെളിക്കുളമായി മാറുകയും ആന കൂടുതൽ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ആന ചെരിഞ്ഞു എന്നുള്ള വളരെ വിഷമകരമായ വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആദ്യം നമ്മളെ വാർത്ത അറിയിച്ച ഷാജഹാൻ തന്നെയാണ് നമ്മളോട് ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആനയ്ക്ക് കഴിഞ്ഞ 10 മിനിറ്റായി അനക്കം ഇല്ല എന്നുള്ളതാണ് ഷാജഹാൻ ഇപ്പോൾ നമ്മളോട് വിളിച്ച് കൺഫേം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അത് ചരിഞ്ഞു എന്നുള്ള ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ആ ജഡം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ജീവനോട് ആനയെ പുറത്തേക്ക് എത്തിക്കാനായിരുന്നു ശ്രമകരമായ ഒരു ദൗത്യം നടത്തിയിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അത് ജീവനോടല്ലാത്ത സ്ഥിതിക്ക് അതിനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര ശ്രമകരമല്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ JCBയിൽ വടം കെട്ടി അത് ജഡം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഇനി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പനമ്പട്ട കൊണ്ടുവന്ന ആനയ്ക്ക് താഴേക്ക് ആനയുടെ തുമ്പിക്കയോട് ചേർത്ത് ഇട്ടുകൊടുത്തിരുന്നു. അപ്പോഴാണ് യാതൊരു അനക്കവും ഇല്ലാതെ ആന കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീടാണ് ആനയുടെ ആരോഗ്യാവസ്ഥ സ്ഥിരീകരിക്കാൻ വേണ്ടി ആള് താഴേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പോഴാണ് ആന അനക്കമില്ലാതെ ചരിഞ്ഞു എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോയിരിക്കുന്നത്. നിലവിൽ ഇനിയിപ്പോൾ ആനയ്ക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കുഴിയിലേക്ക് വീണ സാഹചര്യത്തിൽ കരിങ്കല്ലടക്കം ആനയുടെ പിൻവശത്തേക്ക് വീണിരുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ ആദ്യം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആനയെ പുറത്തേക്ക് എടുക്കുമ്പോൾ കൂടുതൽ പരിക്കുകൾ അതിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി വ്യക്തമാകും. എന്തായാലും ഇതിൽ ഒരു വിശദ അന്വേഷണം വനം വകുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആന ചെരിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതൊരു സങ്കടമായി. സെപ്റ്റിക് ടാങ്കിൽ വീണ ഇത് കുട്ടിക്കൊമ്പൻ എന്തോ ആണ്, വലിയ ആനയല്ല, കുട്ടിക്കൊമ്പനാണ്. ആന ചരിഞ്ഞു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വലിയ സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ഒരു ആന അനക്കമില്ലാതെ അനങ്ങാൻ കഴിയാത്ത കുഴിക്കുള്ളിൽ അങ്ങേയറ്റം നിസ്സഹായതയുടെ പരമാവധിയിൽ അതങ്ങനെ കിടക്കുന്നു. അത് ചെറിയ മണിക്കൂറുകളല്ല, 5-6 മണിക്കൂറുകൾ അങ്ങനെ പ്രാണൻ പിടഞ്ഞു കിടന്നു. അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരും നടത്തിയില്ല എന്നുള്ളതല്ല, കാര്യമായി തന്നെ അതിനെ രക്ഷപ്പെടുത്താനുള്ള പല ശ്രമങ്ങൾ നടത്തി നോക്കി. അതിനിടയിൽ അതിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു വന്നു. അത് ക്ഷീണിതനായി. JCBയുടെ കപ്പിൽ ചവിട്ടിക്കാറാനുള്ള ഒരു വിഫല ശ്രമമൊക്കെ നടത്തി നോക്കി. അതും അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. കുഴിയിൽ വീണ കാട്ടാന ചരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു അരമണിക്കൂറായ ആനയ്ക്ക് ഒരു അനക്കവുമില്ല, ഒരു ചലനവും ഇല്ല. അതുകൊണ്ട് അത് കാട്ടാന ചരിഞ്ഞു എന്ന് അവിടെയുള്ളവർ സ്ഥിരീകരിച്ച് നമ്മുടെ അശ്വിൻ ബാലാഴിയോട് പറയുകയാണ്. എങ്കിൽ കൂടിയും ഒരു വലിയ കുഴിയല്ല, ഒരു ചെറിയ കുഴിയായിരുന്നു അത്. ആ ചെറിയ കുഴിയിൽ വീണ ഒരു കാട്ടാന ഇത്രയും മണിക്കൂറായിട്ട് നമുക്കതിനെ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് സങ്കടകരമാണ്. ഒരുപക്ഷെ നമ്മുടെ സൗകര്യങ്ങളുടെ പരിമിതി കൂടി ഒരുപക്ഷെ അതെന്തായാലും വെളിവാക്കുന്നുണ്ട്. കാര്യം അത്രത്തോളം സംവിധാനങ്ങൾ, അത്രത്തോളം യന്ത്ര സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഒരു കാലത്ത് 4-5 മണിക്കൂറായി അതിനുള്ളിൽ കിടന്നതിന് പുറത്തേക്ക് ജീവനെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ് എന്നേ പറയാനുള്ളൂ. ഈ മേഖല ഒരു കാട്ടാനശല്യമുള്ള മേഖലയാണ്. ഒരുപാട് ആനകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറങ്ങുന്ന മേഖലയാണ്. നാട്ടുകാർ ജീവൻ കൈപ്പിടിച്ച് ജീവിക്കുന്ന ഒരു മേഖലയാണ്. ഫെൻസിംഗ് ഉള്ള കാര്യമൊക്കെ നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. പക്ഷേ ആ ഫെൻസിങ്ങൊന്നും ആനയ്ക്കൊരു ഇരയല്ല. ആ ഫെൻസിങ്ങൊക്കെ തകർത്തുകൊണ്ട് ആന ഇപ്പോഴത്തേക്ക് വരും. ട്രെഞ്ച് വേണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കഴിഞ്ഞ കുറേ സമയമായി ഈ വാർത്ത കാണുന്ന ആൾക്കാരും ഒക്കെ ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് നിൽക്കുകയായിരുന്നു. ആനയൊന്ന് പുറത്തെത്തിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ അവരുടെയും ആ ആഗ്രഹം വിഫലമാകുന്നു. ആന ചരിഞ്ഞു എന്നുള്ളതാണ് അശ്വിൻ ബാലാഴിയുടെ വാർത്ത.